ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 2024 പൊതുവെ വീട് വെക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വന്നിരുന്ന ഒരു വർഷങ്ങളാണ്. ഇനി നമുക്ക് 2025 പുതുതായിട്ട് വീട് വയ്ക്കുന്നവരുടെ പ്രതീക്ഷകളും നിരാശകളും ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എൻ്റെ പേര് വിവേക്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി പുതിയ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പുതിയ സാമ്പത്തിക വർഷത്തിനുള്ള ബഡ്ജറ്റിന്റെ ഒക്കെ തയ്യാറെടുപ്പിലാണ് നമ്മളെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ. നമ്മുടെ ആദ്യം കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് വരും, പിന്നീട് കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരണം വരും. അപ്പൊ ഈ ബഡ്ജറ്റിലൊക്കെ പുതുതായിട്ട് വീട് വെക്കുന്നവർക്ക് കുറെ പ്രതീക്ഷകളൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് തന്നെ ഹൗസിംഗ് ലോണിന്റെ പലിശ ഒരു ഉയർത്തുമോ താഴ്ത്തുമോ എന്നൊക്കെയുള്ള ഓരോ പ്രതീക്ഷകളൊക്കെയാണ്. എന്റെ ഒരു നിഗമനത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായ പ്രകാരം ഈ ഇയറിൽ നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ പലിശയുടെ നിരക്കൊക്കെ ഒന്ന് താഴ്ത്തുവാനാണ് സാധ്യത. കാരണം മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് വീട് വെക്കാനായിട്ട് കുറേയധികം പ്രതിസന്ധികളും അവരുടെ ടാക്സിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ആശങ്കകൾ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മിഡിൽ ക്ലാസ്സിലുള്ളവർക്കും അതുപോലെ തന്നെ താഴെ ക്ലാസ്സിലൊക്കെ ഉള്ളവർക്കൊക്കെ വീട് വെക്കാൻ ഹൗസിംഗ് ലോൺ എടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ പലിശ നിരക്കൊന്ന് കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. അത് പുതുതായിട്ട് വീട് വെക്കുന്നവർക്കും ലോൺ എടുത്ത് വീട് വെക്കുന്നവർക്കൊക്കെ നല്ലൊരു അവസരമായി മാറാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു തീരുമാനമൊക്കെ വരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളും കമന്റ് ചെയ്യുക. ഈ ഹൗസിംഗ് ലോണിന്റെ പലിശ നിരക്ക് മാത്രം കുറഞ്ഞാൽ പോരാ, നമ്മുടെ മെറ്റീരിയലിന്റെ പ്രൈസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടണം. അതൊക്കെ ഈ കേന്ദ്ര ബഡ്ജറ്റിലും കേരള ഗവൺമെന്റ് ബഡ്ജറ്റിലേക്കാണ് തീരുമാനിക്കുക. അതിന് ഏർപ്പെടുത്തിയുള്ള ടാക്സുകളൊക്കെ ഇളവ് ചെയ്യുക എന്നൊക്കെ. പൊതുവെ സിമെന്റ് മാനുഫാക്ചറിംഗ് മേഖലയിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. അദാനിയായാലും മറ്റ് കമ്പനികളൊക്കെ ആയാലും അവർ മത്സരിച്ചുകൊണ്ടിരിക്കണം. മത്സരിച്ച് ചെറിയ ചെറിയ ബ്രാൻഡുകളും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെ ചെറിയ ചെറിയ ബ്രാൻഡുകളൊക്കെ ഏറ്റെടുത്ത് വിപുലീകരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നല്ലൊരു ഈ കമ്പോളത്തിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ പ്രൈസിനും വളരെയധികം വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സിമെന്റിന്റെ പ്രൈസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് 450 420 പോയതാണ്. പക്ഷെ മെറ്റീരിയൽ പ്രൈസ് ഒക്കെ പൊതുവെ ബാക്കിയുള്ള വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഒന്ന് കുറഞ്ഞു വരാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഇതുപോലെ തന്നെയാണ് സ്റ്റീലിന്റെ കാര്യത്തിലും. സ്റ്റീലിന്റെ പ്രൈസ് കുറയാനും സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെയുള്ള ഒരു മെയിൻ വിഷയമാണ് നമ്മുടെ സാൻഡ്. ഇപ്പോൾ നമ്മുടെ 2 പ്രളയങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുഴയിലെ മണ്ണൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികളൊക്കെ സർക്കാർ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പുഴയിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി മണൽ വാരലിനൊക്കെ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ മണ്ണും നമുക്ക് വളരെയധികം ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും. ഇപ്പോൾ തീരെ കിട്ടാനില്ല. അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രക്ചറിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷകളാണ്, അതുപോലെ തന്നെ ഓരോ അനുമാനങ്ങളാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ 2025 വീട് വെക്കുന്നവർക്ക് മെറ്റീരിയലിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഹൗസിംഗ് ലോണിന്റെ പലിശയുടെ കാര്യത്തിലും ഒരു ഇളവ് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഹൗസിംഗ് ലോണിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ എടുത്തു പറയുന്നു, വലിയ തുകയൊക്കെ ഹൗസിംഗ് ലോൺ എടുക്കുന്നവർക്ക് പലിശയിലൊക്കെ സബ്സിഡി കൊണ്ടുവരുന്ന സ്കീമൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്, കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്കീമൊക്കെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഒരു 4% വരെ നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ പലിശയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്കീം പ്രകാരം നിങ്ങൾക്ക് പ്രയോജനകരമാകും. ഇനിയുള്ളതാണ് ലേബർ ചാർജ്. മറ്റേത് സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ലേബർ ചാർജ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ പണിക്കൂലി വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറെ ലോക്കൽ ആയിട്ടുള്ള കുറെ കോൺട്രാക്ടേഴ്സും ഒക്കെ നിർമ്മാണ കമ്പനികളൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിഡിൽ ക്ലാസ്സിനും അതുപോലെ ലോവർ മിഡിൽ ക്ലാസ്സിനും ഒക്കെ ഇപ്പൊ വീട് വയ്ക്കാനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ കൺസ്ട്രക്ഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞ് അവർക്കൊക്കെ ഒരു വർക്ക് ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതുമൂലം തന്നെ അവരൊക്കെ സ്ക്വയർ ഫീറ്റിൽ എടുക്കുന്ന റേറ്റ് ഒക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നോർമൽ പ്രൈസ് ഒക്കെ ഇതൊക്കെ കുറച്ച് താഴ്ത്തിയിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേബേഴ്സിന് അതുകൊണ്ട് ലോക്കൽ കോൺട്രാക്ടേഴ്സിന്റെ ഒക്കെ ഇങ്ങനെയുള്ള ധാരാളിത്തം കാരണം നമുക്ക് ഈ ലേബർ ചാർജ് ഒക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ലേബർ ചാർജ് കൊടുത്താലും നിങ്ങൾ വർക്ക് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. ഇനിയുള്ളതാണ് ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥ. കാലാവസ്ഥ നമ്മുടെ നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം കാലാവസ്ഥയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പണിയുടെ വേഗതയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് പ്രവചനാതീതമായ ഒരു കാലാവസ്ഥയാണ്. വളരെ ആഗോള താപനത്തിന്റെ ഫലമായിട്ട് പലവിധ പ്രതിഭാസങ്ങളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മുടെ ഈ ഭൗമശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രതിഭാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ കടലിന്റെ മുകൾത്തട്ടൊക്കെ തിളച്ചു മറിഞ്ഞതുപോലെ ഉഷ്ണതരംഗങ്ങളെ കടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ട് കടലിന്റെ മുകൾത്തട്ടൊക്കെ കുറച്ച് തണുപ്പ് ആയിട്ട് ആ തണുപ്പ് നേരെ കരയിലേക്ക് അടിക്കുകയും മഴ കൂടാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസം വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് തണുത്ത കാലാവസ്ഥയൊക്കെ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പണികളൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാനും സ്ട്രക്ചറിൽ ക്രാക്ക് വീഴുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും.
അപ്പൊ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് 2025 അപേക്ഷിച്ച് നിർമ്മാണ മേഖലയ്ക്ക് വലിയൊരു അനുയോജ്യ ഘടകമായിട്ട് മാറാനാണ് സാധ്യത. ഈ ഘടകങ്ങളൊക്കെ വെച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒന്ന് കുറഞ്ഞു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, 2025 ഉണ്ട് എന്നാണ് നമ്മളൊരു നിഗമനത്തിൽ എത്തുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു വശത്തിനും അനുകൂലവും വെല്ലുവിളിയും നിറഞ്ഞ ഘടകങ്ങൾ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വെല്ലുവിളികളുടെ കാര്യത്തിൽ പറയാനുള്ളത് ഈ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലാവസ്ഥ വ്യതിയാനം പ്രവചനാതീതമാണ്. എപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഒരു സഡൻ ആക്ഷൻ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചുഴലിക്കാറ്റാണെങ്കിലും 2 ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ആഴ്ച ഇടവിട്ട് ചുഴലിക്കാറ്റുകൾ വരുന്നു, അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന്റെ അളവ് കൂടുന്നു, പെയ്യുന്ന മഴയിൽ തന്നെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടുന്നു, ചൂടാണെങ്കിൽ അതികഠിനമായ ചൂടുകളൊക്കെ വരുന്നു. അപ്പോൾ ഈ കാലാവസ്ഥ നമുക്ക് എപ്പോഴും, ഈ വ്യതിയാനങ്ങൾ എപ്പോഴും നമുക്കൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫോളോപ്പായിട്ട് വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ കൂടി വരികയാണ്. അതായത് ലാൻഡ് സ്ലൈഡുകൾ, മണ്ണിടിച്ചിലുകളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ കൂടി വരുമ്പോൾ അത് നേരെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ കോറികളെയാണ്. നമ്മുടെ ഇപ്പോൾ റോക്ക് പൊട്ടിക്കുന്ന കോറികളായാലും, നമ്മുടെ ചുവന്ന അല്ലെങ്കിൽ ചെങ്കല്ലൊക്കെ പൊട്ടിക്കുന്ന കോറികളൊക്കെ ആയാലും അതിനൊക്കെ എഫക്ട് ചെയ്യും. കാരണം അതിന്റെ പ്രദേശത്തുള്ളവരൊക്കെ ഈ സമരവുമായിട്ടും ഈ കോറികൾ കാരണമാണ് ഈ മണ്ണിടിയുന്നു, കുന്നിടിയുന്നു എന്നൊക്കെ പറഞ്ഞു വരികയും ആ വർക്കുകൾ സ്റ്റോപ്പ് ചെയ്യാനും, തന്മൂലം തന്നെ ഈ ഉൽപാദനം കുറയുമ്പോൾ നമ്മുടെ പ്രൈസും കൂടുമല്ലോ. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കല്ലിന് 50 രൂപയാണ് ഇറക്കേണ്ടതെങ്കിൽ ഈ മഴയും ഇതൊക്കെ വരുന്ന സമയങ്ങളിൽ 75 രൂപ 70 രൂപ ഒക്കെ ഇറക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയോടൊപ്പം തന്നെ വരുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫണ്ട് ഷോർട്ടേജ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഗൾഫിലോട്ടുള്ളതും അതുപോലെ തന്നെ യൂറോപ്പിലോട്ടായിക്കോട്ടെ, അമേരിക്കയിലോട്ട്, അങ്ങനെയുള്ള നാനാവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ വികസനത്തെ സഹായിച്ചതെന്നൊക്കെ. ഇപ്പൊ ഇങ്ങനെ തൊഴിലിന് വേണ്ടി കുടിയേറുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്, അവരുടെ സാലറിയിലായാലും ഇല്ലെങ്കിൽ വിസയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ തൊഴിലിനായി കുടിയേറിപ്പോയിട്ടുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ കുറെ പോളിസീസും മറ്റും കാര്യങ്ങളൊക്കെ ഈ കുടിയേറ്റ തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ നാട്ടിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുന്നുണ്ട്. കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ട തുകയിലൊക്കെ ഒരു ഷോർട്ടേജും അതുപോലെ തന്നെ ഒരു പിരിമുറുക്കമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അതറിയാൻ എനിക്കും താല്പര്യമുണ്ട്. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഒരു വലിയൊരു വിഷയത്തിന്റെ ഫോളോഅപ്പ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. NHന്റെ പണികൾ നടക്കുന്നുണ്ട്, മറ്റ് സ്റ്റേറ്റ് ഹൈവേകളുടെ പണി നടക്കുന്നുണ്ട്, പാലങ്ങളുടെ പണി, അങ്ങനെ മറ്റ് വികസനങ്ങൾ. അപ്പോൾ അങ്ങനെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന നാടുകൾ, അതായത് ഇപ്പോൾ NHന്റെ വർക്ക് നടക്കുകയാണെങ്കിൽ NH പോകുന്നു. ഇപ്പൊ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ഉണ്ട്. ആ സമീപ പ്രദേശങ്ങളിലൊക്കെ സ്ഥലത്തിന്റെ വില ഗണ്യമായി വർദ്ധിച്ചു വരികയാണ്. ഒരു സാധാരണക്കാരനൊക്കെ താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ വിലയാണ് സ്ഥലത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. ഇങ്ങനെ വരുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയെ ബാധിക്കാറുണ്ട്. കാരണം പുതിയ സ്ഥലം മേടിച്ച് വീട് പണിയാനുള്ള ശേഷി ഈ സാധാരണക്കാരനൊക്കെ ഇല്ലാതാവുകയും ഇതൊക്കെ ഈ പണക്കാരുടെ കയ്യിൽ തന്നെ എത്തിപ്പെടുകയും ചെയ്യുന്നത് മൂലം തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഈ ഒരു പ്രശ്നം നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങളുടെ കാര്യത്തിലൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. ഞാൻ വീണ്ടും വീണ്ടും കമന്റായി രേഖപ്പെടുത്തണം എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.